Hi friends, welcome to my channel KpeesTech. ഞാൻ സുഭാഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കപ്പിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കമ്പ്യൂട്ടറിൽ ഡെയിലി വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഡാറ്റ ബാക്കപ്പ് എടുത്തു വെക്കുന്നു. പലരും പല മീഡിയയിലാണ് ബാക്കപ്പ് എടുത്തു വെക്കുന്നത്. ചിലർ USB ഡ്രൈവിൽ എടുത്തു വെക്കുന്നു, നെറ്റ്വർക്ക് ഡ്രൈവിൽ ബാക്കപ്പ് ചെയ്യുന്നു. എവിടെ നിങ്ങൾ ബാക്കപ്പ് ചെയ്താലും അത് ഡെയിലി ബാക്കപ്പ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഈസി ആക്കാം, അതിനുള്ള ഒരു ടിപ്പാണ്. ഇത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ചിലർക്കെല്ലാം ഇത് അറിയില്ല. ഈ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഡോസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബാക്കപ്പ് ചെയ്യാം, സിമ്പിളായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം, നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ സി ഡ്രൈവിൽ ഈ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ, ഈ ഫോൾഡർ ഞാൻ ഡെയിലി എനിക്ക് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ഡെയിലി എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. ബാക്കപ്പ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്, ഏത് നെയിമും നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിലാണ് എൻ്റെ എല്ലാ ഫയൽസും സേവ് ചെയ്യുന്നത്. എന്തൊക്കെ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്തു, ഈ ഫോൾഡറിൽ ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയോ അതെല്ലാം എനിക്ക് ഒരു നെറ്റ്വർക്ക് ഡ്രൈവിലോ അല്ലെങ്കിൽ എൻ്റെ USB ഡ്രൈവിലോ, ഇപ്പോൾ നമ്മളിവിടെ ഒരു USB ഡ്രൈവ് വെച്ചിട്ടുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ USB ഡ്രൈവാണ്, USB ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ അതിലും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ സി ഡ്രൈവിലുള്ള ഞാൻ എന്തൊക്കെ ഡെയിലി എൻ്റെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുന്നോ അതെല്ലാം എൻ്റെ USB ഡ്രൈവിലേക്ക് ഒരൊറ്റ ക്ലിക്കിൽ അപ്ഡേറ്റ് ചെയ്ത ചേഞ്ചസ് വരുത്തിയ ഫയലുകൾ മാത്രമായിട്ട് പോകണം. അതിനാണ് നമ്മൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു സിംഗിൾ ക്ലിക്കിലും ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കത് ഓട്ടോമേറ്റ് ചെയ്ത് ടൈം പീരീഡിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ ഇതിനായിട്ട് ഒരു ബാച്ച് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിൽ പോയിട്ട് മൗസ് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഈ റൺ എന്നുള്ളതിൽ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ CMD എന്ന് ടൈപ്പ് ചെയ്യാം, CMD എന്നിട്ട് പ്രസ് OK. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ നമ്മൾ XCOPY ഈ കമാൻഡ് ടൈപ്പ് ചെയ്യണം. ഫസ്റ്റിൽ നമുക്ക് ഈ XCOPYയെ കുറിച്ച് ഹെൽപ്പ് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ XCOPYയെ കുറിച്ചുള്ള ഫുള്ള് ഹെൽപ്പ് തരും. നമ്മളിവിടെ വന്നിട്ട് ഈ പ്രോംപ്റ്റിൽ XCOPY ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ഫോൾഡറാണോ ഡെയിലി നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് എടുക്കുക. ഇപ്പോൾ എനിക്ക് സി ഡ്രൈവിൽ ഈ ഫോൾഡറാണ്. ഈ ഫോൾഡറിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ആസ് പാത്ത്, ഈ ഫോൾഡറിൻ്റെ പാത്ത്, അതിൻ്റെ എവിടെയാണോ അത് കിടക്കുന്നത് അതിൻ്റെ ഒരു പാത്ത് കോപ്പി ആയി വരും. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് പ്രസ് ചെയ്താൽ പേസ്റ്റ് ആവും. ഇവിടെ ഒരു ഇൻവെർട്ടർ കോമ ഉണ്ട്, അതൊന്നും മാറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ XCOPY ഈ ഫോൾഡർ ഒരു സ്പേസ് നമ്മൾ ഇതിൽ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഒരു സ്പേസ് കൊടുക്കണം. എന്നിട്ട് എങ്ങോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫോൾഡറിൻ്റെ നെയിമാണ് നെക്സ്റ്റ് ഇടേണ്ടത്. എനിക്കിപ്പോൾ എൻ്റെ USB ഡ്രൈവിൽ ഈ ഫോൾഡറിലേക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഈ ഫോൾഡറിൻ്റെ കോപ്പി ആസ് പാത്ത്, ഈ പാത്തും എടുത്തു, അത് കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ സി ഡ്രൈവിൽ നിന്ന് ഈ ഡ്രൈവിലേക്ക് USB ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ഈ ബാക്കപ്പ് ഫോൾഡറിൽ എന്തൊക്കെ കണ്ടൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തോ അതെല്ലാം എനിക്ക് ബാക്കപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ പ്രസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഈ USB ഡ്രൈവിൽ ഈ ബാക്കപ്പ് ഫോൾഡറിൽ ഇപ്പോൾ ഒരു ഡാറ്റയില്ല. ഞാനത് ക്ലോസ് ചെയ്യുന്നു, ഇത് റൺ ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ ചെയ്തപ്പോൾ 1 ഫയൽ കോപ്പീഡ്, ഒരു ഫയൽ കോപ്പി ചെയ്തു എന്ന് കാണിക്കുന്നു. ഇനി ഞാൻ എൻ്റെ USB ഡ്രൈവ് പോയി നോക്കട്ടെ. ഒരു ഫയൽ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ സി ഡ്രൈവിലുള്ള ബാക്കപ്പ് ഫോൾഡറിലുള്ള test1. ഇനി ഞാനൊരു ഫയലും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം എന്തെങ്കിലും ഒരു ഫയൽ ഞാൻ ഇവിടെ test2, ഇത് എനിക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ബാക്കപ്പ് എടുക്കണമെങ്കിൽ ഞാൻ ആ കോപ്പി അത് ഒന്നുകൂടി പ്രസ് ചെയ്തു. അപ്പോൾ ചോദിക്കുന്നു
ഓവർ റൈറ്റ് ചെയ്യണോ? നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത ഒരെണ്ണം അവിടെ ഉണ്ടോ, അത് ഓവർ റൈറ്റ് ചെയ്യണോന്നാണ് ചോദിക്കുന്നത്. ഞാൻ എസ് കൊടുത്തു. ഇപ്പൊ 2 ഫയൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ഫയലും test1ഉം test2ഉം USB ഫോൾഡറിൽ പോയി നോക്കിയപ്പോൾ 2 എണ്ണം അവിടെ ഉണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒറ്റ ലൈൻ ഉണ്ടല്ലോ, അത് നമ്മളൊരു ബാച്ച് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണം ഒരു സമയം കൊടുത്ത് ആ സമയത്തെല്ലാം സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ബാക്കപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ അതിൽ പ്രസ് ചെയ്താൽ അത് ബാക്കപ്പ് ചെയ്യും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഈ നമ്മുടെ XCOPY എഴുതിയ കോഡ് മാത്രം നമ്മൾ Ctrl+C പ്രസ് ചെയ്ത് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ്. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മൾ ആ കണ്ടന്റ് പേസ്റ്റ് ചെയ്തു. ഇവിടെ പേസ്റ്റ് ചെയ്തു. നമ്മൾ അവിടെ ചെയ്തത് ഇതൊരു ടെക്സ്റ്റ് ഫയലിൽ പേസ്റ്റ് ചെയ്തിട്ട് ഫയൽ സേവ് ആസ് എന്താണ് ഇവിടെ ടെക്സ്റ്റ് ആയിട്ടാണ് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. അത് നമ്മൾ ഇത് പേരെല്ലാം മാറ്റി backup.bat ബാച്ച് ഫയലിന്റെ ഷോർട്ടാണ് BAT. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ ഒരു ബാച്ച് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഡെസ്ക്ടോപ്പിൽ ഇത് എക്സിക്യൂട്ടബിൾ ഫയലാണ്. ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഫങ്ഷൻ ചെയ്യും. യെസ് പ്രസ് ചെയ്ത് 2 ഫയലും ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും ഓവർ റൈറ്റ് ചെയ്യണോ, 1 ഓവർ റൈറ്റ് ചെയ്യണോ, 2 ഓവർ റൈറ്റ് ചെയ്യണോ, 2 ഞാൻ ഓവർ റൈറ്റ്. ഈ ഓവർ റൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഹെൽപ്പ് ഫയലിൽ കുറേ ഐറ്റംസ് പറയുന്നത്. നമ്മൾ 2-3 ഐറ്റം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ തന്നെ ഈ D ഉപയോഗിക്കുന്നത് കോപ്പീസ് ഫയൽസ് ചേഞ്ച്ഡ് ഓൺ ഓർ ആഫ്റ്റർ ദ സ്പെസിഫൈഡ് ഡേറ്റ്. If no date is given, copies only those files whose source time is newer than the destination time. അതായത് നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയലാണ് പുതിയത്, അത് ഡെസ്റ്റിനേഷൻ ഫയലിൽ പഴയതാണെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്യും. പഴയത് നമ്മുടെ USB-യിലുള്ളത് പഴയതും ഇത് പുതിയതുമാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓവർ റൈറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. അത് നമ്മൾ /D എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. ഇനി S/S copies directories and subdirectories except empty ones. ഈ നമ്മൾ സോഴ്സ് ഫയലിൽ നമ്മൾ ഹാർഡ് ഡിസ്കിലുള്ള ഒരു ഫോൾഡറിനുള്ളിൽ വേറെ കുറേ ഫോൾഡേഴ്സും അതിനുള്ളിൽ കുറേ സബ് ഫോൾഡേഴ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് കോപ്പി ചെയ്യണം. ബട്ട് എംപ്റ്റി ഫോൾഡേഴ്സ് വേണ്ട. എക്സെപ്റ്റ് എംപ്റ്റി വൺസ് അത് കോപ്പി. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. Y suppresses prompting to confirm you want to overwrite an existing destination file. അതായത് ഓൾറെഡി അവിടെയുള്ള ഫയൽ നമ്മൾ ഓവർറൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് yes or no ചോദിക്കുന്നില്ല. അത് നമുക്ക് ഓഫ് ചെയ്തിട്ടാണ്. ഓൾവേസ് അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് അത് ഓഫ് ചെയ്തിട്ടാണ്. ആ ചോദ്യം വേണ്ട. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വന്നു നമ്മുടെ ബാച്ച് ഫയലിൽ /S/D/Y നമുക്ക് അതിലുള്ള വേറെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ 3 ചേർത്ത് ഫയൽ ഒന്നുകൂടി സേവ് ചെയ്തു. ഓൾറെഡി അത് ബാച്ച് ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി സേവ് ചെയ്തു. പുതിയ കാര്യങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്തപ്പോൾ അതൊന്നുകൂടി സേവ് ചെയ്തു. എന്നിട്ട് ഇത് എല്ലാം ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നും ചോദിച്ചില്ല. അത് പഴയതൊന്നും ഓവർ റൈറ്റ് ചെയ്തില്ല. പുതിയതുണ്ടെങ്കിൽ മാത്രം ഓവർ റൈറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ USB ഡ്രൈവിൽ പോകുമ്പോൾ നോക്കുമ്പോൾ 2 ഫയലുണ്ട്. ഓക്കെ, ഞാൻ ഇനി C ഡ്രൈവിൽ പോയിട്ട് ഒരു ഫയൽ കൂടി ആഡ് ചെയ്യുന്നു. ഇതിപ്പോൾ എക്സൽ ഫയൽ തന്നെ ആവണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ എന്ത് ഫയൽ എന്ത് കണ്ടന്റ് ഇതിലുണ്ടെങ്കിൽ ഇതിലൂടെ ഞാനിപ്പോൾ ഒരു വേർഡ് ഫയൽ test3. ഇപ്പൊ test3 ഇവിടെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ ക്രിയേറ്റ് ചെയ്തു. ബട്ട് USB ഫോൾഡറിൽ അതില്ല. പക്ഷെ ഞാൻ ഇത് പ്രസ് ചെയ്യുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത test3 ഓട്ടോമാറ്റിക് ആയിട്ട്
USB ഫോൾഡറിലേക്ക് പോയിട്ടുണ്ടാവണം. ഇപ്പം അത് പോയി കഴിഞ്ഞു. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്തപ്പോൾ അതിൽ ഒരു ഫയലല്ല 100 1000 ഫയലോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അതെല്ലാം പോകും. ടെസ്റ്റ് 3 ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് പ്രസ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ടൈം ഫ്രെയിം കൊടുക്കാം. ആ ടൈം ഫ്രെയിമിൽ അത് വർക്ക് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? ഓട്ടോമാറ്റിക് ബാക്കപ്പിനായിട്ട് നമ്മൾ ഒരു ടാസ്ക് ഷെഡ്യൂൾ ചെയ്യണം. ഈ ടാസ്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം? നമ്മൾ സ്റ്റാർട്ടിൽ പോയിട്ട് ഇവിടെ ടാസ്ക് ഷെഡ്യൂളർ എന്ന് എടുക്കാം. ടാസ്ക് എന്ന് അടിച്ചാൽ നമുക്ക് ടാസ്ക് ഷെഡ്യൂളർ എന്ന് അടിച്ചാൽ ഇത് വരും. ടാസ്ക് ഷെഡ്യൂളർ പ്രസ് ചെയ്യുന്നു. ടാസ്ക് ഷെഡ്യൂളർ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ഷൻ കാണും. ആക്ഷൻ ക്രിയേറ്റ് ബേസിക് ടാസ്ക്, അത് പ്രസ് ചെയ്യാം. ഈ ടാസ്കിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. ബാക്കപ്പ്. ഇവിടെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഈ ടാസ്ക് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ബാക്കപ്പ് നിങ്ങളുടെ USB ഡ്രൈവിലേക്കോ നെറ്റ്വർക്ക് ഡ്രൈവ് ഡെയിലി ചെയ്യണോ, വീക്ക്ലി ചെയ്യണോ, മന്ത്ലി വേണോ, ഓർ വൺ ടൈം മാത്രം മതിയോ? ഞാനിപ്പോൾ അത് ഡെയിലി, എൻ്റെ കേസിൽ ഞാനിപ്പോൾ ഡെയിലി കൊടുക്കുന്നു, ഓർ വീക്ക്ലി കൊടുക്കുന്നു. നെക്സ്റ്റ് പ്രസ് ചെയ്തു. സ്റ്റാർട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. 22 ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ടത് വീക്കിലി ഏതെല്ലാം ഡേയ്സിലാണ്? അത് ഫ്രൈഡേയിൽ കൊടുത്തു. നെക്സ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം. ഏതെങ്കിലും പ്രോഗ്രാം റൺ ചെയ്യണോ അത് എങ്കിൽ അത് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച ബാച്ച് ഫയൽ ഡെസ്ക്ടോപ്പിൽ ആ ബാക്കപ്പ് എന്ന് പറഞ്ഞ ബാച്ച് ഫയലിന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ പ്രോഗ്രാം, ആ ബാച്ച് ഫയൽ എവറി വീക്കിൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യണം. അത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് പ്രസ് ചെയ്തു. വീണ്ടും ഇവിടെ ഫിനിഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഈ ടാസ്ക് ലൈബ്രറിയിൽ ബാക്കപ്പ് ഈസ് റെഡി എവറി ഫ്രൈഡേ ഓഫ് എവറി വീക്ക് സ്റ്റാർട്ടിങ് 22 ദിസ് വിൽ വർക്ക്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നു. ഇത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓട്ടോമാറ്റിക് ബാക്കപ്പ്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.